എൻ്റെ സാറുമാരെ അതിനകത്ത് വേറൊന്നുമില്ല. കുറച്ച് മരുന്നും കുളിസോപ്പും മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല സാറേ. ആ നമ്പർ ഇട്ട് മാറ്റി വെച്ചോളൂ. അലക്സ് മേസ്ത്രിയുടെ പെങ്ങളാ. പിന്നെ ജോൺ സൂപ്രണ്ടിൻ്റെ അനുവാദമുണ്ട്. മേസ്ത്രിക്ക് വെളിയിൽ നിന്ന് പെങ്ങളെ കാണാനും സംസാരിക്കാനും. അതെന്താന്ന് വെച്ചാൽ ചെയ്യൂ, അധികം സമയം എടുക്കണ്ട. ശരി. ഇന്നത്രടി കരയുന്നേ? എൻ്റെ ഇങ്ങനെ കാണേണ്ടി വരുമ്പോ എനിക്കും കൂടെ വേണ്ടിട്ടല്ലേ. നീ എന്നടി പറയുന്നേ? അവനെന്തേ വർഗീസ്? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. കൊള്ളരുതാത്തം വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. നീ വരുമ്പോ ഞാൻ ഇത് തന്നെയാ പറയുന്നത്. എൻ്റെ മോനെ എങ്ങാനും കാണാറുണ്ടോ? അവനെ ഒന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? നടക്കലെന്നറിയാം. അബ്ദുക്കാക്ക് എങ്ങനെയുണ്ട്? ഒത്തിരി നാളായി ഇങ്ങോട്ട് കണ്ടിട്ട്. നടക്കാനൊന്നും വയ്യ, എന്നാലും ഇങ്ങോട്ട് വരണമെന്ന് എപ്പോഴും പറയും. പുള്ളിക്കാരൻ വരാത്തോണ്ട് നാട്ടിലെ വിശേഷമൊന്നും അറിയുന്നില്ല. എന്നോട് എപ്പോഴെങ്കിലും വെറുപ്പ് തോന്നാറുണ്ടോ? നീ എന്നതാടി ഈ പറയുന്നത്? ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ഇതിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് ആലോചിക്കുമ്പോ സമ്മതല തെറ്റുന്ന പോലെ തോന്നുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ തലയിലെടുത്താണ് കൊച്ചേ. ഇങ്ങനെ ഒന്ന് കരയാനാണ് ഇങ്ങോട്ട് വരണ്ട. എനിക്ക് ഈ കരച്ചിലും പിടിച്ചിലൊന്നും കാണും. ശരി, സമയം ചേനെ വിഷമിപ്പിക്കുന്നില്ല. പോയേക്കുവാ. ശരിക്കും അലക്സ് മേസ്ത്രി ആരാ? ആരാ? പാലായിൽ നിന്ന് എൻ്റെ അപ്പം പുല്ലാങ്കുന്നേൽ ഫിലിപ്പോസിൻ്റെ കൂടെ അടിവാരത്തെത്തുമ്പോൾ എനിക്ക് വയസ്സ് 14. എന്നാ പറ്റി? ആ മാട്ടുകട സദാശിവൻ പറമ്പിൽ പണിയെടുത്തതിന്റെ കൂലി ചോദിച്ചതിനാ മുറ്റത്തിട്ട് പട്ടിയെ തല്ലുന്നത് പോലെയാ തല്ലിയത്. ഇനി അവനിങ്ങനെ വിട്ടാ പറ്റില്ല ഫിലിപ്പോസായ. എന്തെങ്കിലും ഉടനെ ചെയ്തേ. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോ. അടിവാരം മുഴുവൻ അന്ന് മാട്ടുകെട്ട സദാശിവൻ എന്ന മുതലാളിയുടെ കയ്യിലായിരുന്നു. വാ. അപ്പനും അമ്മച്ചിക്കും കൂടി ഞങ്ങൾ 4 പേരാണ്. ഞാനായിരുന്നു ഏറ്റവും താഴെ.
എടാ, നമ്മുടെ കർത്താവ് തമ്പുരാനെ പോലെ പാവങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത മനുഷ്യനാണ്. ഇവിടെയുണ്ട് കുറെ പാവങ്ങൾ. മാട്ടക്കട്ട സദാശിവനെ പോലുള്ള നാറികൾ നാട് ഭരിക്കുമ്പോൾ നമ്മുടെ പാവം കർത്താവ് തമ്പുരാൻ പോരടാ. ഉശിരുള്ള കൃഷ്ണമുള്ള തന്നെ വേണം, ചോരയ്ക്ക് ചോര തന്നെ വീഴണം. ഇതിങ്ങനെ കയ്യിലെടുക്കുമ്പോ എന്താണെന്നറിയത്തില്ല, മലമ്പാമ്പ് കയറും പോലെ ഉള്ളിലൊരു ധൈര്യം കയറി. പിന്നെ മാട്ടുക്കട്ടയല്ല, ഏത് കൊലകൊമ്പം വന്നാലും നമുക്ക് പുല്ലാടാം. അപ്പ ആനപ്പ നാട്ടിൽ ആനയെല്ലാം നിന്റെ അപ്പാപ്പൻ വരുവാടാ. എടുക്കടാ, അതീ മുക്ക കടാ. വാടാ, ഇങ്ങോട്ട് ധൈര്യം ഉണ്ടെങ്കിൽ കയറി വേടാ. നീ അങ്ങനെ ഇവിടെ കയറി മേയാന്ന് വിചാരിക്കണം. ഇറങ്ങി വേടാ ധൈര്യം ഉണ്ടെങ്കിൽ. പേടിപ്പിക്കല്ലേ, ചങ്കൂറ്റത്തോടെ പറയടാ. ഏത് കൊലകൊമ്പനാണെങ്കിലും വാടാ. ഓ പോടാ, പോ, പോ. പോ. ഇരിക്കടാ. മനുഷ്യന്റെ ചങ്കുറപ്പിന് മുന്നിൽ എന്നെ ആനയാലും നിൽക്കത്തില്ലടാ. കാട്ടിന്ന് കിട്ടുന്ന ഈ കരുത്ത് അതുണ്ടെങ്കിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എത്ര കാലം ആ തെമ്മാടികളെ ഭയന്ന് നമ്മളിവിടെ ജീവിക്കും? ഇതിനൊരു മാറ്റം വേണ്ടേ? അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ആ വാക്കുകൾ എനിക്ക് ആത്മവിശ്വാസം പകർന്നു. അപ്പനൊരു നാടിൻ്റെ മുഴുവൻ ആവേശമായി മാറുകയായിരുന്നു. തൊഴിലാളി ദ്രോഹം തുടരുന്ന മാട്ടുക്കെട്ട സദാശിവനെതിരെ എൻ്റെ അപ്പൻ തൊഴിലാളികളെ സംഘടിപ്പിച്ചു. അപ്പൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു കൊടിമരമുയർന്നു. അതായിരുന്നു അടിവാരത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ചെങ്കൊടി കെട്ടിയ ആദ്യത്തെ കൊടിമരം. കമ്മ്യൂണിസം എടാ, ഇത് മാട്ടുക്കട്ട സദാശിവന്റെ നാടാ. ഇവിടെ നിന്റെ പാർട്ടിയും വേണ്ട, കൊടിയും വേണ്ട. എടുത്തോണ്ട് പോടാ. വണ്ടിയൊക്കെ വലിച്ചു വലിക്കണമല്ല. ഒറ്റൊരുത്തിന് ഇവിടുന്ന് അനങ്ങി പോകരുത്. ഇനി ഇതിവിടെ പറക്കും. ഇതേലെങ്ങാനും തൊട്ടാ കത്രീനെ, മോളെ കത്രീനെ. കത്രീനെ, അവളിന്ന് വന്നില്ലേ? കത്രീനെ, കത്രി. നിന്റെ കേണൽ വന്ന് നിൽക്കുന്നു. താങ്ക്സ് അച്ചായ. എന്തിനടാ? എനിക്കിത് നേരത്തെ കിട്ടണമായിരുന്നു. എന്നെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് മണ്ടനാക്കല്ലേ. ഞാൻ ചങ്കിത്തൊട്ടായി പറയുന്നത്. ഇച്ചായനെ അറിയോ? മലയാറ്റൂർ പള്ളിയിൽ സ്വർണ്ണക്കുരിശ് നേർന്നുണ്ടായ കൊച്ചാ ഞാൻ. അതെനിക്കിപ്പോ മനസ്സിലായി. കുരിശാണെന്നുള്ളത് മനസ്സിലായി. കൊഞ്ചിച്ചും പുന്നാരിച്ചും എല്ലാവരും കൂടെ എന്നെ വഷളാക്കിയതാ. ജീവിതത്തിൽ വിഷമം എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അച്ചായ. ഇവളോട് ചോദിക്കും, മോളെ നിന്നെ ഈ വാറച്ചായ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്, നീ അച്ഛനോട് ക്ഷമിക്കും. ചേട്ടത്തിക്ക് അറിയാലോ, എൻ്റെയും കൊച്ചിൻ്റെയും ഇവളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത് ഇച്ചായനെ ഒറ്റ ഒരാളാണ്. ചായ ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ചായ? അതെന്നോടാ ചോദിക്കുന്നത്? ചോദിക്കണമായിരുന്നു, ഇച്ചായൻ ചോദിക്കണമായിരുന്നു. എന്നെ വഴക്ക് പറയണമായിരുന്നു. സത്യം, ആരും എന്നെ തിരുത്തിയില്ല, നന്നാക്കാനും ശ്രമിച്ചില്ല. ഇനിയെങ്കിലും എന്നെ ഒന്നും തല്ലച്ചായ, ഞാൻ നന്നാവട്ടെ.
പറയടി തല്ലാൻ തല്ലുന്നില്ല. തട്ടാളാ പ്ലീസ് അച്ഛാ, അവന്മാർക്ക് എന്നെ ഇട്ട് കൊടുക്കല്ലേ. കോർട്ട് മാർഷലാ, വരുന്ന വരവ് കണ്ടില്ലേ, കൈ കിട്ടി അവന്മാർ എന്നെ ഇടിച്ചില്ലാതാക്കും. നീയല്ലേ പറഞ്ഞ തല്ലിയാ നന്നാവുന്നു. അവർ നല്ലോണം തല്ലും, അപ്പൊ നിനക്ക് നന്നാവില്ല. അച്ഛാ, ഞാൻ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. എങ്ങോട്ട്? കാനഡയ്ക്ക്. കാനഡ അല്ല, ഈ കല്ലൂപ്പാറ വിട്ട അവന്മാർ നിന്നെ വിടത്തല്ലേ ശിക്ഷ കഴിയാതെ. മോളെ ഒന്ന് കണ്ടോട്ടെ. മോൾ ഉറങ്ങി. നീ ഇതിനകത്ത് കാണുമെന്ന് ഞങ്ങൾക്ക് അറിയാറുന്നടാ. അവര് നന്നാകാൻ പിടിക്കല്ലേ. മോളെ അച്ഛാ, നടക്കടാ. നീ വിഷമിക്കണ്ട. 1 or 2 കൊല്ലമേ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ അവരിങ്ങ് വിടും. ശിക്ഷ കഴിഞ്ഞ് വരട്ടെ. കാനഡയ്ക്കോ അമേരിക്കയ്ക്കോ എങ്ങോട്ട് വേണേലും വിടാം. നന്നായ മതിയായിരുന്നു. വാ. ആ എത്രനാ ഇതാരാ വരണെന്ന് നോക്കിയേ. ജോലി പോയല്ലേ? പോയായിരുന്നു. പിന്നെന്തിനാ യൂണിഫോം ഇട്ട് നടക്കുന്നത്? ആശ തീർന്നിട്ടില്ല ചായ, അതാ ഊരി കളയാത്തത്. ചായ. കേറി വാ. ഓ, ചായ കുടിക്ക്. യുദ്ധം ചെയ്ത് ക്ഷീണം മാറും. മധുരമല്ല, പാലും വെള്ളം ആയാലും മതിയായിരുന്നു. മധുരമില്ല, പാലും വെള്ളമായാലും മതി. ഇനി എന്നാ പരിപാടി? അങ്ങനെയൊന്നുമില്ല, ചായയും കുടിച്ചങ്ങ് കഴിയാം അല്ലേ? ജീവിക്കണം. വാറപ്പനെ കാനഡയിൽ അയക്കാൻ ഇച്ചാൻ എന്തിനാ ഈ വീടും പറമ്പൊക്കെ പണയം വെക്കുന്നേ? കത്രീനയുടെ പേരിൽ 3 ഏക്കറില്ലേ, അത് വെച്ചാ പോരെ? അവളത് പറഞ്ഞതാ, പക്ഷെ വേണ്ട. വാറപ്പനെ നിനക്കറിയത്തില്ലേ, അവനെങ്ങാനും ലോൺ അടച്ചില്ലേ എൻ്റെ പെങ്ങളും കൊച്ചും വഴിയാതാരോ. ഇവിടെ ഉണ്ടൊരു ഭാര്യയും കൊച്ചും. ദേഷ്യപ്പെടണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സൂക്ഷിച്ചു കൊണ്ടുപോണേ. ഇത് പാസ്ബുക്കാ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല ചായ. ഉപകാരം മറന്നാലും വേണ്ടില്ല, നീ തവണ അടക്കാനുള്ള കാശ് അയക്കാൻ മറക്കാതിരുന്നാ മതി. പോയി നന്നായി വാ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. വർഗീസ് എവിടേക്കും പോയില്ല. സുദർശന്റെ കൂടെ ചേർന്ന് പണം മുഴുവൻ ദീപാവളി വിളിച്ചു. കളിപ്പാനോ കളന്തരൂപൻ, കുളിപ്പാനോ കുളന്തരൂപൻ, ഇട്ടുണ്ണാൻ പൊന്തളിക. സാറിന് ഇനി എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഫുൾ ഫ്രീ. വിളിച്ചല്ലോ, ഞാൻ നോക്ക് കുടുക്കി നോക്കിക്കൊണ്ടിരിക്കുന്നു. കരല് നന്നായിട്ട് വേവട്ടെ. ഇക്കൊല്ലത്ത് നമ്മുടെ സംഘത്തിന്റെ ലാഭം 2,13,814 രൂപ. 13,814 രൂപയാണ്. ഈ കാശ് നമ്മുടെ പണിയാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഓഫീസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടാനും തറ കെട്ടാനുമായിട്ട് ചെലവാക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചത്. സഖാവേ,
എന്താ ചന്ദ്രേട്ടാ? നമ്മുടെ സംഘത്തിന്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് പൈസ തന്നൊന്ന് സഹായിക്കണം. എൻ്റെ മോൻ്റെ കോളേജ് അഡ്മിഷൻ വേണ്ടിയിട്ടാ. 1 ലക്ഷം രൂപ മതി. ഈടായിട്ട് ഞാൻ എൻ്റെ പറമ്പിൻ്റെ ആധാരം തരാം. അത് ചന്ദ്രേട്ടാ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘത്തിൽ നിന്ന് പണം എടുക്കാൻ പാടില്ലെന്നാണ് നിയമം. ഇന്ത്യയൊക്കെ മറ്റോടത്തെ നിയമം. പിന്നെ എന്തിനാ ഈ സംഘവും കോപ്പൊക്കെ ഉണ്ടാക്കി താ കൂളെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചന്ദ്രേട്ടാ ഇരിക്കട്ടാ. ഇരിക്കാൻ ഞാൻ വരെ ഇരിക്കാൻ മനുഷ്യനൊരാവശ്യം. ഏയ്, അവൻ അങ്ങനെയൊക്കെ പറയും. സംഘത്തിലെ കാശ് വേറെ ഒന്നിനും തൊടാൻ പാടില്ല. അമ്മച്ചി എന്താണ് അവന്? അമ്മച്ചി, ഞാനിവിടെ ഉണ്ട്. വെള്ളം, ജലം, നീര്. ഇതന്നെ കവലയെ വെച്ച് മാനേജറെ കണ്ടിരുന്നു. ഇനി അവധി തരാൻ കഴിയില്ലെന്നാ പറയുന്നത്. ചായ വേണോ? അമ്മച്ചി, വീടിന്റെ പര്യായം എന്തുവാ? വീട് വേണ്ടേ? എന്നിട്ടല്ലേ പര്യായം. കർഷക സംഘത്തിന്റെ കാശിരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിന് തൽക്കാലത്തേക്ക് വല്ലതും. അതൊന്നും എടുത്ത് മറിക്കാൻ ഒക്കത്തില്ല. അതിനൊന്നും നിയമമില്ല. എനിക്ക് വേണ്ടി നിയമം മാറ്റാൻ പറ്റുമോ? പാർട്ടിക്ക് മാത്രമല്ല, വീടാകുമ്പോൾ ഇവിടെയും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ വീട്ടിൽ വിൽക്കാനായിട്ട് ആ കിടക്കുന്ന വണ്ടി മാത്രമാണ്. അത് വിറ്റ ഇരുമ്പ് വില പോലും കിട്ടില്ല. നീ ഒന്ന് സമാധാനപ്പെടേണ്ട അനി. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്ത് വഴി? 1 2 അല്ല, ലക്ഷങ്ങളാ. ഇത് കൊണ്ടേ പണയം വെച്ച് ഒരു 50,000 രൂപ മേടിച്ച് ബാങ്കിലടയ്ക്ക്. എന്നിട്ട് 1 മാസം സാവകാശം കൂടെ തരാൻ പറ. വിഷമിക്കണ്ട. ഇനിയെങ്കിലും അളിയനെയും പെങ്ങളെയും മാത്രം നന്നാക്കാതെ ഇച്ചാനും കൂടെ നന്നാവാൻ നോക്ക്. ഹലോ, ആ എന്നാ സാറേ? എന്നാ കാര്യം? ആ, 50,000 ഉണ്ടല്ലോ. ഫോറസ്റ്റ് ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ കാര്യം? എന്നാന്നറിയാൻ മേല. എന്നാ സാറേ, എന്നാ കാര്യം? എടോ സാർ, കൊണ്ടുപോവാ. എന്റെ ഈശോയെ, എന്നതാ വെച്ചാൽ ഞാനീ കാണുന്നത്? എന്നാ പറ്റിയതാ? കരച്ചിലും പിഴിച്ചിലൊക്കെ അവിടെ ആക്കട്ടെ. അളിയനും പെങ്ങളും കൂടി എന്താ ചെയ്തതെന്ന് അറിയാവോ? നിർത്തടാ. എങ്ങോട്ടാ? അടിവാരത്തേക്ക് പോകുന്ന വഴി കല്യാണത്തിന് വരുന്നു ഫാമിലിയായിട്ട്. എന്താ സാർ? കുറച്ച് ദിവസമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു. ഞാനോ? ഇല്ല സാർ. എന്താ അത്? എന്തായി കെട്ടില്? തുറന്ന് കാണിച്ചു കൊടുക്ക്. വന്നേ. 1.5 കിലോ കഞ്ചാവ്, 3 കിലോ മ്ലാവർച്ചി. എന്താ വകുപ്പ് എന്ന് വല്ല പിടിയുണ്ടോ? ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 51 ഷെഡ്യൂൾ 3 7 കൊല്ലം അകത്താവും. 1.5 കിലോ സെക്ഷൻ 20B1 10 കൊല്ലം. ഫാമിലി പാക്കേജാ. ടോട്ടൽ 17. കുടുംബസമേതം പോയി കിടക്കാം. പഠിച്ചവനെ, എനിക്കൊന്നും അറിയത്തില്ല അച്ചായ. ഞാൻ ഇങ്ങനെ കൂട്ടുകാരന്റെ കല്യാണം കൂടാൻ പോയതാ മാട്ടുകട്ടയില്. എന്റെ പൊന്നു സാറേ, ആ പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. ഈ പരനാറി എന്നെ വേണേലും ചെയ്തോ. നീ എന്നടാ നോക്കണേ? വിടാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചേ. എല്ലാരും വിട്ടേക്കാം. വലിയ ഉപകാരം. പക്ഷെ കുറച്ച് ചെലവുണ്ട്. ഓ, ഒരു 5 ലക്ഷം. ഇത് ഞങ്ങൾ കത്തിക്കും. നിങ്ങൾ ഇതുകൊണ്ട് കറിയും വെക്കും. എന്തു പറയുന്നു? അയ്യോ സാറേ, ചതിക്കരുത്.
എൻ്റെ പെങ്ങളും കൊച്ചും വഴിയാധാരമായി പോവും. ഞാൻ വേണേ സാറിനെ കാല് പിടിക്കും. കാശ് തന്നിട്ട് വേണം കാലൊക്കെ പിടിച്ചോ, ഇല്ലടോ? സാറേ 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാ എവിടെ നിന്ന് എടുത്ത് തരാനാ സാറേ? എന്നെങ്കിലും ഒന്ന് കുറയ്ക്കും. അബ്ദൊക്കെ എന്നതായി പറയുന്നേ? ഞാനിത് എവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ട് കൊടുക്കാനാ? നീ വേണ്ടേ? എന്നാ ഒരു കാര്യം ചെയ്യും, ആ 2.5 അത് കുറയത്തില്ല. ഇനി ഈ കാര്യത്തിൽ ഒരു വർത്താനവും ഇല്ല. വേണ്ട, നീ വന്നേ, ഇങ്ങ് വാ, നീ വാ. എടാ, ആ സംഘത്തിലെ കാശിരിപ്പില്ലേ, അതും ഇപ്പൊ പണയം വെച്ച് കിട്ടിയ കാശും കൂടെ എടുത്ത് നീ അയാൾക്ക് കൊണ്ടേ കൊടു. അല്ലെങ്കിൽ ഇത് പുലിപാലാവും. സംഗതി വേറെ കേസാ. നീ അത് കേൾക്ക്. ഇങ്ങതാ വാ. പറ്റിപ്പോയി. എന്നാ സാറേ പറഞ്ഞത് മുഴുവനും ഉണ്ട്. എന്നാ ചെന്നാട്ടെ. വാ. ആ ഇതുകൂടി വെച്ചോ. നല്ല പച്ചക്കുരുമുളക് കൂട്ടി വരട്ടി അങ്ങ് എടുത്തോ. നീ എന്റെ കുടുംബം കുളന്തോണ്ടി അടങ്ങത്തുള്ളൂ അല്ലേ? ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ പാടത്തും പറമ്പത്തും പണിയെടുത്തുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. അത് ഇതുങ്ങളെ ഓർത്തിട്ടാ. നീയൊന്നും പണം പിടിക്കത്തില്ലടാ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നേക്കുന്നു. എന്താടാ കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴപ്പം? അത്ര വലിയ ആദർശവാനാണെങ്കിൽ ഇച്ചായനെന്തിനാ ഇവിടെ കൈക്കൂലി കൊടുത്തത്? നീ ഇങ്ങോട്ട് വാ, അവനുള്ളത് പടച്ചോൻ കൊടുത്തോളൂ. വർത്താനം കേട്ടു. നീ ഇങ്ങോട്ട് വാ. മനുഷ്യൻ ഇങ്ങോട്ട് നടക്കാനാണ്. മോൾ കയറി. എന്താടാ പറഞ്ഞ എന്താടാ പറഞ്ഞ നിന്റെ മറ്റോട് നിയമത്തെ കുറിച്ച് പാർട്ടി ഓഫീസിൽ കയറി അലമണ്ടാക്കിയതാ. പാർട്ടി ഓഫീസ് നിന്റെ തറവാടാടാ. എന്റെ മോൻ ലോൺ ചോദിച്ചപ്പോ അവനെന്താടാ പറഞ്ഞേ? വണ്ടി എടുത്തടാ. എന്റെ മോനെ കോളേജ് ചെറുക്കത്തിന് കാശ് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? ഇവിടെ നിയമയിൽ നിന്ന് ഇപ്പൊ തന്റെ അളിയൻ കഞ്ചാവ് എടുത്ത് അകത്ത് പോയപ്പോ അവരിറക്കാൻ സംഘത്തിന് കാശിടല്ലോടാ. നോക്കണ്ട, നിന്റെ അളിയൻ തന്നെ ഒന്ന് എന്റെ അടുത്ത് വിവരം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്ന സഖാക്കള്. അപ്പൊ എടുത്തോണ്ട് പോടാ. നീ ഇറങ്ങുന്നില്ലേ? ഇല്ല. അലക്സേ, കാശടച്ചോ? ആ അടച്ചു. എവിടെ അടച്ചത്? ബാങ്കിലോ അതോ ഫോറസ്റ്റ് ഓഫീസിലോ? നോണ പറയാനും പഠിച്ചല്ലേ? പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? എൻ്റെ കൂടപ്പുറപ്പായി പോയില്ലേ? കൂടപ്പിറപ്പ് ഏത് നേരം പെങ്ങളെയും കുടുംബത്തെയും കുറിച്ച് പറയാനേ നേരമുള്ളൂ. പെങ്ങളെ സ്നേഹിച്ചോ, സഹായിച്ചോ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് സ്നേഹമല്ല, ഭ്രാന്താ. കഷ്ടപ്പാട് സങ്കടമൊക്കെ നിങ്ങളുടെ പെങ്ങൾക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്കും ഉണ്ട്. അവക്കൊരു ആപത്ത് വരുമ്പോ പിന്നെ ഞാൻ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നത്? എന്താപത്ത്? അവരെല്ലാം അപകടത്തിൽപ്പെട്ടോ? അതുപോലെ രോഗം വന്ന ആശുപത്രിയിലായോ? സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കയറ്റിയ വണ്ടിയിൽ കള്ളും കഞ്ചാവും കടത്തുന്ന ഒരുത്തനെ കുടുംബത്തെ കയറ്റുമ്പോ ആലോചിക്കണായിരുന്നു. ഇല്ലെങ്കിൽ തന്നെ ഇവിടെ ഇനിയിപ്പം അത് പറഞ്ഞിട്ട് എന്നാ കാര്യം? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. തെറ്റുപറ്റിയത് എനിക്കാം. എന്റെ വയ്യായിക്ക് എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ എനിക്കൊരു ജീവിതം തന്നപ്പോ ഞാൻ നിങ്ങളുടെ ജീവിതം തന്നെ സ്നേഹിച്ചു പോയി. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, രോഗമുള്ള നിശ്ചയം കെട്ടിയത് സ്നേഹം കൊണ്ടൊന്നുമല്ല. നീ വെറുതെ ഇല്ലാവചനം പറയല്ലേ? വായി നീ വീണാ പിന്നെ എടുക്കാൻ ഒക്കല്ല. എന്താ പറഞ്ഞാല് നിങ്ങളുടെ രോഗം മുതലെടുത്തു. എനിക്ക് എന്റെ കൊച്ചും കുടുംബജീവിതമൊക്കെ ഇച്ചാന്റെ ഔദാര്യമാണല്ലോ. അപ്പൊ പിന്നെ എന്തും ചെയ്യാം. എന്ത് ചെയ്താലും ഞാനൊരു അടിവയെ പോലെ ഇവിടെ ജീവിച്ചോളാം ഇച്ചാൻ അറിയാം. അതുകൊണ്ടല്ലേ ഉള്ള സ്വത്ത് മൊത്തം പെങ്ങൾക്ക് കൊടുത്തത്. ഉള്ള വീടും പറമ്പും അളിയെ രക്ഷിക്കാൻ ബാങ്കിന് കൊടുത്തു. വന്നവരും പോകുന്നവരും ഓരോ സഹായം ചോദിച്ച് കൈ നീട്ടുമ്പോ കയ്യിലുള്ളവർക്ക് നാട്ടുകാർക്കും കൊടുത്തു. ഇച്ചാൻ എനിക്ക് കൊച്ചിന് എന്താ തന്നത് പറ. ഇനി ആകെയുള്ളത് ഈ ഒരു കെട്ടുതാലിയാ. ഇതും വേണോ? എടുത്തോ.
വലിയ സഖാവെന്ന് പറഞ്ഞ് നാട് നന്നാക്കാൻ നടക്കുന്നല്ലാതെ എനിക്ക് മാറി കൊടുക്കാൻ ഒരു സാരി ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന മോന്റെ സ്കൂൾ ഫീസ് ഇതുവരെ അടച്ചിട്ടില്ല. നീ ഒന്ന് ക്ഷമിക്കേ, എനിക്ക് ഇത്തിരി സമയം എന്താ, ഞാൻ എല്ലാം ശരിയാക്കാം. സമയം 8-10 കൊല്ലായില്ലേ? ഇത്ര സമയം പോരെ? എല്ലാം ശരിയായില്ലേ? ഇനി കെട്ടും കിടക്കായിട്ട് റോഡിലോട്ട് ഇറങ്ങാം, എന്നിട്ട് തെണ്ണ. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? പെങ്ങളെ മാത്രം മതിയായിരുന്നു, പിന്നെ എന്തിനാ എന്നെ കെട്ടിയത്? മേശ്ശേരി, അന്വേഷിക്കാൻ എനിക്ക് ആരുമില്ല. ഒരിക്കൽ ജയിലിൽ കിടന്നവനെ സ്വന്തം വീട്ടുകാർ പോലും അടുപ്പിക്കുകയല്ല. ഇവിടെ നിന്ന് ഒരാൾ പുറത്തു പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം, എനിക്കത് മതി. ശരി എന്നാ. അലക്സേ, തന്റെ പരോള് സെൻട്രൽ ജയിലിൽ മുഴുവൻ ആഘോഷമാക്കിയല്ലോ. ഇതാദ്യമായിട്ടാ പാട്ടും ഡാൻസുമായിട്ട് ഇങ്ങനൊരു പരോള്. ഹാപ്പി ആണല്ലോ? ഓ, സാറന്മാർ ചെയ്തെന്ന എല്ലാ സഹായങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് സാറേ. എടോ, ജയിലിൽ വിശ്വസ്തരായ തടവുകാർക്ക് ഞങ്ങൾ ഉദ്യോഗസ്ഥർ എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും. ഓ, സമയം കളയണ്ട, വിട്ടോ. ഓ, അപ്പൊ ഞാൻ പോയിച്ചു. ആ, സാറേ, പരോളാതെ. അലക്സ് പറയണ്ടല്ലോ, കൃത്യസമയത്ത് തന്നെ കേറിയേക്കണേ. അങ്ങോട്ട് പോണ സന്തോഷം ഇങ്ങോട്ട് വരുമ്പോഴും കാണണം. ഓ, അറിയാം, നമ്മൾ ചുറ്റിപ്പോയി. സാറേ, പോയിച്ചു വരാം. അലക്സിന്റെ എണ്ണം കുറച്ചോട്ടെ. ആ, കുറച്ചോ. അതെ സാർ. ഓക്കെ സാർ. അലക്സ്, ഒരു മിനിറ്റ്, സൂപ്രണ്ട് സാറ് വിളിക്കുന്നു. വേഗം ചെല്ല്. സാറേ, ഞാൻ എല്ലാം റെഡിയായി കാലെടുത്ത് പുറത്തേക്ക് വെച്ചപ്പോഴാണ് സാറ് വിളിപ്പിച്ചത്. അലക്സിനെ ഞാൻ വിളിപ്പിച്ചത്. സാറേ, എന്നാ പറഞ്ഞാലും ഞാൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഷൂ പോളിഷ് ചെയ്യാനോ ഷർട്ട് തേക്കാനോ ഫയൽ എന്നാങ്കിലും എടുത്ത് മാറ്റി വെക്കാനോ ഉണ്ടെങ്കിൽ പറ സാറേ, ഞാനത് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ക്വാർട്ടേഴ്സിൽ എന്തെങ്കിലും പണിയുണ്ടോ സാറേ? അതൊന്നും വേണ്ട അലക്സെ. പിന്നെ എന്നാ സാർ? അലക്സിന്റെ പരോൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഫാക്സ് മെസ്സേജ് വന്നിട്ടുണ്ട്. അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. റദ്ദാക്കിയത് തൻ്റെ മോനാണ്. ചില സന്ദർഭങ്ങളിൽ സ്വാഭാവികമായി പരോൾ റദ്ദാക്കപ്പെടാം. കാരണം ഇറങ്ങാൻ പോകുന്ന പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ ജീവന് ഭീഷണിയുണ്ടെങ്കിലോ അതല്ലെങ്കിൽ പുറത്തുള്ള ആർക്കെങ്കിലും ഇയാൾ ഒരു ഭീഷണി ആവുന്നുണ്ടെങ്കിലോ പരോൾ റദ്ദാക്കപ്പെടാം. ഇവിടെ ഇപ്പോൾ നിന്റെ മകനാണ് അത് ചെയ്തത്. ഉള്ളതാണോ സാറേ? ഇനിയിപ്പോൾ എങ്ങനെ അവൻ്റെ പേര് വല്ലവനും കള്ളവപ്പെട്ട് കൊടുത്താണെങ്കിലും? ഓ, അങ്ങനെയൊന്നും ആകത്തില്ലല്ലേ. സാറന്മാരിപ്പോൾ എനിക്കെതിരായിട്ടൊന്നും ചെയ്യത്തില്ല. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് സെല്ലിലോട്ട് പോവുക. ഈ ഉടുപ്പെല്ലാം അഴിച്ചങ്ങ് കൊടുക്കണമല്ലോ. അവൻ തന്നെയല്ലേ? സാർ, കഷ്ടമായിപ്പോയി. എൻ്റെ സർവീസിൽ ഇത്രയും വിഷമിപ്പിച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ല സാറേ, അയാളുടെ മകൻ അത്രയ്ക്ക് കുഴപ്പമാണോ? ആയിരിക്കാം. എന്തായാലും മകന് ഭീഷണിയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നാൽ എന്താ ചെയ്യുക?
മേശരി ഇത്ര പെട്ടെന്ന് പിറലെഴുതി തിരിച്ചു വന്നാ എന്തോന്നായിരുന്നു പുകില് ഡാൻസും പാട്ടും അല്ലേടാ വീഡിയോ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാ ഉണ്ടെങ്കിൽ ഒന്ന് തരണേ എന്താ നോക്കണത് ക്യാമ്പിലേക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ? നടപടികൾ എത്രയും വേഗത്തിലാക്കണം. വെച്ച് ലേറ്റാക്കരുത്. ആ അലക്സേ, എന്നാ സാറേ വിളിപ്പിച്ചേ? ആരായി അബ്ദു? നാട്ടിലെ എൻ്റെ ഒരു കൂട്ടുകാരനാ. അയാളൊരു വിവരം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചു. കുറച്ചു മുമ്പ് അത് കൺഫേം ചെയ്തു. അലക്സ് വിഷമിക്കരുത്. ഇന്ന് രാവിലെ അലക്സിൻ്റെ പെങ്ങൾ കത്രീന മരിച്ചു. ഇന്ന് തന്നെ അടക്കുന്നതാണ് അബ്ദു പറഞ്ഞത്. എസ്കോട്ട് വരാനുള്ള അപേക്ഷ ഇതാണ്. എന്നിട്ട് അലക്സ് പോയി പെങ്ങളെ കണ്ടിട്ടു. ഹലോ ആ സാർ ഓക്കെ ഓക്കെ ശരി സാർ. അത് എസ്കോർട്ട് ഡ്യൂട്ടിക്ക് ഇന്ന് ക്യാമ്പിൽ നിന്ന് ആളെ കിട്ടുമെന്ന് തോന്നുന്നില്ല. രാഷ്ട്രപതിയുടെ സന്ദർശനമാണ് കാരണം. അലക്സ്, അപ്പൊ പിന്നെ എസ്കോട്ട് പരോള് റദ്ദാക്കാനേ നിവർത്തിയുള്ളൂ. അപ്പൊ പിന്നെ എൻ്റെ കത്രീനെ കൊച്ചിനെ ഒന്ന് കാണാൻ പറ്റിയല്ലേ സാറേ? എന്നെ ഒന്ന് അവളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റത്തില്ലല്ലേ? ഒരു പിടി മണ്ണ് പോലും വാരിയിടാൻ ഒക്കത്തില്ല.